വലിയ പ്രതീക്ഷയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം. തിരുവനന്തപുരം നഗരസഭ 101 സീറ്റുകളിൽ 35 സീറ്റുകളാണ് ബി ജെ പിക്ക് കഴിഞ്ഞ പ്രാവശ്യവും അതിന് മുമ്പത്തെ പ്രാവശ്യവും ലഭിച്ചത്. കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി മുസ്ലിം മനസ്സുകളെ ഒരുക്കാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖർ തന്നെയായിരിക്കാം ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. ഈ കേന്ദ്രമന്ത്രി സഭയിൽ ഒരു ക്രൈസ്തവ മുഖം ബി ജെ പിയുടെ പേരിൽ കേരളത്തിൽ നിന്നും കടന്നു വരും എന്ന് ആര് ചിന്തിച്ചു മുൻകാലങ്ങളിൽ? ബി ജെ പിയുടെ സംഘടനാ ജില്ലകൾ, ആ ഓരോ ജില്ലയ്ക്കും അധ്യക്ഷൻ, അവർക്ക് കൃത്യമായ മാൻഡേറ്റ് കൊടുക്കുന്നു, അധികാരം വിഭജിച്ചു കൊടുക്കുന്നു. ആ രീതിയിലൊക്കെയുള്ള പ്രവർത്തനം കുറച്ചുകൂടി താഴെത്തട്ടിലേക്ക് കൊണ്ടുവരാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഒരു നേട്ടം. കേരളത്തിലെ മുസ്ലിം വിഭാഗത്തെ പാർട്ടിയോട് അടുപ്പിക്കാൻ പദ്ധതിയിട്ടിരിക്കുകയാണ് ബി ജെ പി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് ഈ ഒരു നീക്കം നടത്തുന്നത്. ബി ജെ പി ഒരു മതത്തിന് എതിരാണ് എന്ന തരത്തിൽ രൂപപ്പെടുത്തിയ ധാരണ പൊളിച്ചെഴുതാനാണ് നടപടിയെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചിട്ടുണ്ട്. ഇതിനായി ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ അബ്ദുൽ സലാമിന്റെ നേതൃത്വത്തിൽ ഒരു മുസ്ലിം ഔട്ട്റീച്ച് ആരംഭിച്ചിരിക്കുകയാണ്. ഇത് ഗുണം ചെയ്യുമോ ബി ജെ പിക്ക് എന്നതാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ് സാർ, രാഷ്ട്രീയ നിരീക്ഷകൻ, ഒപ്പമുണ്ട്. മോഹൻ സാറേ, ഈ മുസ്ലിങ്ങളെ പാർട്ടിയുമായി അടുപ്പിക്കാൻ ഗൃഹസന്ദർശനത്തിന് ഒരുങ്ങുകയാണ് ബി ജെ പി. ഇത് എത്രത്തോളം നേട്ടമാകും ബി ജെ പിക്ക്? മുസ്ലിം സമുദായം കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ ഒരിടത്തും ബി ജെ പിയുമായി പരസ്യ ബാന്ധവത്തിന് തയ്യാറാവില്ല. അത് സാമാന്യ ബോധമുള്ള ആരും അങ്ങനെ സംഭവിക്കുമെന്ന് ചിന്തിക്കുന്നില്ല. എന്നാൽ ബീഹാറിലെയും ഉത്തർപ്രദേശിലുമൊക്കെ ചില പോക്കറ്റുകളിൽ ബി ജെ പിക്ക് അനുകൂലമായ ചെറിയ മുസ്ലിം സംഘടനകളും വിഭാഗങ്ങളും നീങ്ങിയിട്ടുണ്ട് എന്നത് വിസ്മരിക്കുന്നതുമില്ല. കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി മുസ്ലിം മനസ്സുകളെ ഒരുക്കാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട്. അത് എല്ലാ കമ്മ്യൂണിറ്റികളെയും ചേർത്ത് പിടിക്കുന്നു എന്ന ഒരു പൊതുധാരണ നിഷ്പക്ഷ മനസ്സുകളിൽ ഉണ്ടാക്കാനാണ്. അത് മുസ്ലിങ്ങളെ സ്വാധീനിക്കാൻ അതുകൊണ്ടാവില്ല എന്ന് 100 വട്ടം ആവർത്തിച്ച് പറയാൻ സാധിക്കും. അതുകൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റി ഒരു ഔട്ട്റീച്ച്, ഒരുപക്ഷെ ഇപ്പം അബ്ദുള്ള കുട്ടി മുസ്ലിം ഫെയ്സാണ്, ഇടതുപക്ഷത്തിൽ പ്രവർത്തിച്ചു, പിന്നീട് കോൺഗ്രസിൽ വന്നു, പിന്നീട് ഇപ്പോൾ ബി ജെ പിയിൽ കാര്യമായി അക്കോമഡേറ്റ് ചെയ്യപ്പെട്ട ഒരു ഫെയ്സാണ്. ക്രിസ്ത്യൻ സമുദായത്തിലെ പലരും ബി ജെ പിയിൽ ഉന്നത സ്ഥാനീയരായ സംഘടനയിൽ ഇലക്റ്റഡ് പൊസിഷൻസിലുമുണ്ട്, സംഘടനയിലുമുണ്ട്. അങ്ങനെ ഉന്നത സ്ഥാനീയരായ ആളുകളുണ്ട്. ഏറെ ക്രൈസ്തവർക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നും എത്ര സ്ഥാനാർത്ഥികൾ ഉണ്ടാകും? അപ്പോൾ ഒരു ഔട്ട്റീച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു വിശേഷ ദിവസങ്ങളിൽ മതനേതാക്കന്മാരെ അല്ലെങ്കിൽ മുസ്ലിം നേതാക്കളെ സന്ദർശിക്കുന്നു, ഭവന സന്ദർശനം നടത്തുന്നു എന്നതൊക്കെ ഒരു പരിമിതമായ രീതിയിലുള്ള ഇമ്പാക്റ്റ് മാത്രമേ ഉള്ളൂ. ഈ ഒരു ബി ജെ പിയോടുള്ള ഒരു വലിയ വിരോധം കുറച്ചുകൊണ്ടുവരാൻ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു അവസരം നൽകുക എന്നതിൽ കൂടുതലായ അർത്ഥമൊന്നും തിരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് അങ്ങനെ ഒരു അർത്ഥമൊന്നും ഇതിന് ഇപ്പോഴത്തെ എക്സസൈസിൽ കാണേണ്ടതില്ല. ഇവിടെ ബി ജെ പി പറയുന്നത് ഈ പരിപാടിയിൽ രാഷ്ട്രീയമില്ല, ബി ജെ പി ഒരു മതത്തിന് എതിരാണ് എന്ന തരത്തിൽ രൂപപ്പെടുത്തിയ നുണ പൊളിച്ച് വിശ്വാസം ആർജിക്കാനാണ് നീക്കം. വോട്ട് പിടിക്കാനോ ആരെയും വിഡ്ഢിയാക്കാനോ ബി ജെ പി ഇല്ല എന്നൊക്കെയാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത്. പക്ഷേ ബി ജെ പിയോട് അടുക്കുമോ കേരളത്തിലെ മുസ്ലിം വിഭാഗം? സാധ്യത വളരെ കുറവാണ്. കേരളത്തിൻ്റെ ഒരു സവിശേഷമായ സാഹചര്യത്തിൽ മുസ്ലിം മതപരമായി ചിന്തിക്കുന്ന ആളുകൾക്ക്, ഇപ്പം മുസ്ലിം നാമധാരികൾ ഒരുപക്ഷെ മതപരമായി ചിന്തിക്കാത്ത മറ്റു ചില വികസനമായിരിക്കാം, മറ്റു ചില പരിഗണനകളായിരിക്കാം, അങ്ങനെയുള്ള എത്ര പേരുണ്ട്, ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടാവില്ലേ? എല്ലാ മുസ്ലിങ്ങളും മതപരമായ ചിന്തയിൽ നിന്നുകൊണ്ടാണോ രാഷ്ട്രീയം കാണുന്നത്? മതത്തിന് അതീതരായി കാര്യങ്ങളെ കാണാൻ ത്രാണിയുള്ള എത്രയോ ആളുകൾ കേരളത്തിലുണ്ട്. അപ്പോൾ ഇപ്പം ചോദ്യം മുസ്ലിം വിഭാഗത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി അതെങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യുക? അവർക്ക് LDFിനോടും UDFിനോടും ഒക്കെ തന്നെ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. നിശ്ചിത വിഷയങ്ങളിൽ, വഖഫ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഓരോ പാർട്ടിയും എടുക്കുന്ന നിലപാട് അടിസ്ഥാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചരിഞ്ഞും നിൽക്കാം. പൊതുവെ മലബാറിലെ മുസ്ലിങ്ങൾ ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളെ 1-2 വർഷമേ ആയിട്ടുള്ളൂ ഈ LDFിനോട് ചെറിയ അകലം പാലിക്കുന്നു എന്ന ഒരു പൊതു നിരീക്ഷണമുണ്ട്. മലപ്പുറം ജില്ലയിൽ എപ്പോഴും UDF അനുകൂല ഒരു ജില്ലയാണ്. അത് മുസ്ലിം ലീഗിൻ്റെ ബലത്തിലാണ് UDF അനുകൂലം. കോൺഗ്രസ് മുസ്ലിം ലീഗ് ബന്ധവും ഒക്കെ അതിനകത്ത് ഉരകല്ലായി വരും. പക്ഷേ കോഴിക്കോട് ജില്ല, കണ്ണൂർ ജില്ല, കാസർഗോഡ് ജില്ല, വയനാട് ജില്ലയുടെ ഭാഗങ്ങൾ, ഇവിടെയൊക്കെയാണല്ലോ മുസ്ലിം ജനസാമാന്യം ഏറെ ഉള്ളത്. ഈ ഭാഗങ്ങളിൽ LDF മുൻകാലങ്ങളിൽ നേട്ടമുണ്ടാക്കിയത് മുസ്ലിം ജനസാമാന്യവുമായി സൗഹൃദപരമായ നിലപാടുകൾ എടുത്തുകൊണ്ടാണ്. വലിയ
ഒരു എണ്ണം നേതാക്കളും ആ ഭാഗത്തെ എൻ ഷംസീർ ആയിക്കൊള്ളട്ടെ, മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റിയാസ് ആയിക്കൊള്ളട്ടെ, മറ്റു ചില മുസ്ലിം ഫേസുകളൊക്കെ തന്നെ വൻപൻ ഭാവി സാധ്യതകളായി CPM തന്നെ കൊണ്ടുവരുന്നത്. അതായത് മുസ്ലിം ലീഗിൻ്റെ ഒരു വിഭാഗത്തെ മാത്രം കൂടെ നിർത്തി അതിലൂടെ മുസ്ലിങ്ങളിലേക്ക് ഇറങ്ങുന്നതിന് പകരം പാർട്ടി CPM അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നം മുസ്ലിങ്ങൾക്ക് ചതുർത്ഥിയാവുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരുപാട് കാര്യങ്ങൾ, അത് അടവ് നയം എന്ന രൂപത്തിലും അല്ലാതെയും എല്ലാം മുൻകാലങ്ങളിൽ നേടി. പക്ഷേ ഇപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റി പല കാരണങ്ങളാൽ ചെറിയ രൂപത്തിൽ UDFിനോട് കൂടുതലായി അടുക്കുന്ന ഒരു കാഴ്ചയാണ്. ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം കണ്ട ചിത്രവും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ, അതിൻ്റെ നിയമസഭാ മണ്ഡലങ്ങൾ പല ഉപതെരഞ്ഞെടുപ്പുകൾ വന്നപ്പോഴെല്ലാം ആ ഒരു ചിത്രവും സൂചനയുമാണ് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ UDFിന് പ്രധാനമായ മുസ്ലിം വോട്ടുകൾ ലഭിച്ചേക്കാം ഇപ്രാവശ്യം. കാരണം ഒരു ഹിന്ദു കൺസോളിഡേഷൻ LDF, അത് അയ്യപ്പ സംഘം ഉൾപ്പെടെയുള്ള വന്നപ്പോൾ നായർ ഈഴവ കൺസോളിഡേഷൻ ഇൻ ഫേവർ ഓഫ് LDF വരുന്നു എന്നതും ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എന്ന SNDP ജനറൽ സെക്രട്ടറിയുടെ ചില പരാമർശങ്ങളും മുസ്ലിങ്ങളെ വേദനിപ്പിക്കുന്ന ചില പരാമർശങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ വെള്ളാപ്പള്ളി നടേശൻ LDF വരണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടരണം എന്നാം ആഗ്രഹിക്കുന്നു. അദ്ദേഹം മാറ്റിയും പറയുന്നുണ്ട്. KC വേണുഗോപാൽ മിടുക്കനായ ആളാണ്, മാറ്റിയും മറിച്ചുമൊക്കെ ഏറെ പറയുന്നുണ്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തിന് പലപ്പോഴും കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ ആരാവണം മുഖ്യമന്ത്രി എന്നതിനെക്കുറിച്ച് വിവിധങ്ങളായ അഭിപ്രായങ്ങൾ പല സമയത്തും വരുന്നുണ്ട്. അദ്ദേഹം ചില സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തണമെന്ന് KC വേണുഗോപാലിനെ തന്നെ മുൻകാലത്ത് പരാജയപ്പെടുത്തണമെന്ന് ഓപ്പണായി പറയുകയും എന്നാൽ KC വേണുഗോപാൽ ജയിച്ചു വരികയും ഒരു കാലത്ത് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ നിന്നു, VD സതീശനെതിരെ നിന്നു, പല ആളുകൾക്കും എതിരെയും അനുകൂലമായിട്ടൊക്കെ നിൽക്കുന്നു. അതവിടെ നിൽക്കട്ടെ. പക്ഷെ മുസ്ലിം സമുദായം വലിയ രീതിയിൽ രാഷ്ട്രീയമായി പ്രഭാവം ചെലുത്തുന്നു എന്ന പരാതി ഹിന്ദു സമുദായത്തിലെ ഏറ്റവും വലിയ വിഭാഗമായ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി പ്രകടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായി അതിൻ്റെ മറുപക്ഷം മുസ്ലിം വിഭാഗങ്ങൾ, മുസ്ലിം സംഘടനകൾ, മുസ്ലിം ജനസാമാന്യം അത് UDF അനുകൂലമായി BJPക്ക് അനുകൂലമായി നിൽക്കാനാവാത്തത് കൊണ്ട് UDF അനുകൂലമായ ചിന്ത വികസിപ്പിക്കുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഏതെങ്കിലും സാധ്യത ചില വേറിട്ട് നിൽക്കുന്ന പൊതുകൂട്ടത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന വിഭാഗങ്ങളിലേക്കെങ്കിലും, മുസ്ലിങ്ങളുടെ വിഭാഗങ്ങളിലേക്കെങ്കിലും കടന്നിറങ്ങാനാവുമോ? കാരണം ഇതൊരു സാച്ചുറേഷൻ പോയിന്റിൽ എത്തി നിൽക്കുകയാണ് BJP. അവിടെ നിന്നും വളരണമെങ്കിൽ 20% വോട്ട് ഷെയറാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശരാശരി BJPക്ക് ലഭിച്ചത്. 20 നിയമസഭാ മണ്ഡലങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ അനുസരിച്ച് അതിൽ 11 മണ്ഡലങ്ങളിൽ BJP 1-ാം സ്ഥാനത്തും 9 മണ്ഡലങ്ങളിൽ BJP 2-ാം സ്ഥാനത്തുമാണ്. ഇവിടെ എല്ലാം തന്നെ ജയസാധ്യത BJP കണക്ക് കൂട്ടുന്നു. അവിടെ മാർജിനലായി ലഭിക്കുന്ന ഈവൻ ഏതാനും മുസ്ലിം വോട്ടുകൾ പോലും നിർണായകമാകും എന്ന കാഴ്ചപ്പാടിലാണ് ഒരു മുസ്ലിം ഔട്ട്റീച്ച് എന്ന നിലയിൽ BJP ഇപ്പോൾ നീങ്ങുന്നത്. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത്, ഈ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ളവരെ സ്ഥാനാർത്ഥിയാക്കാൻ BJP കീഴ്ഘടകങ്ങൾക്ക് അയച്ച സർക്കുലറിൽ പറയുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പിടിക്കാൻ മതാടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനുള്ള BJPയുടെ ഈ ഒരു നീക്കം എത്രത്തോളം വിജയിക്കും? പലപ്പോഴും കേരളീയർ മേനി പറയാറുണ്ട്, ജാതിക്കും മതത്തിനും വംശത്തിനും വർണ്ണത്തിനും ഒക്കെ അതീതമായി ചിന്തിക്കാനുള്ള രാഷ്ട്രീയ ബുദ്ധിയും വിവേകവും തങ്ങൾ കാട്ടാറുണ്ട്. പക്ഷെ ആത്യന്തികമായി ഐഡന്റിറ്റി പോളിറ്റിക്സ് കേരളത്തിലും വളരെ വളരെ പ്രകടമാണ്. ഇതറിയാവുന്ന പാർട്ടിയാണ് BJP. അതുകൊണ്ടാണ് ന്യൂനപക്ഷ സമുദായം മുസ്ലിം സമുദായത്തിലേക്ക് ഇറങ്ങുന്നതിന് പരിമിതി നേരത്തെ സൂചിപ്പിച്ചല്ലോ. പക്ഷെ ക്രിസ്ത്യൻ സമുദായത്തിലേക്ക് ആ പരിമിതി BJPക്ക് ഇല്ല. പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലെ ഏതാനും ജില്ലകൾ, എറണാകുളം ജില്ല, ഇടുക്കി ജില്ല, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ BJPക്ക് കാര്യമായ സ്വാധീനം മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ സാഹചര്യം മാറി. അവിടുത്തെ ഹൈന്ദവ വോട്ടുകൾ BJPയുടെ എപ്പോഴത്തെയും ഒരു പിൻബലം മത അടിസ്ഥാനത്തിൽ സമാഹരിക്കാൻ കഴിയുന്ന കൾച്ചറൽ വോട്ടുകളാണല്ലോ. പക്ഷെ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഒരു ചെറിയ വിഭാഗത്തിൻ്റെയെങ്കിലും പിന്തുണ ലഭിക്കണമെങ്കിൽ തലയെടുപ്പുള്ള ക്രൈസ്തവ നേതാക്കൾ പാർട്ടിയിൽ ഉണ്ടാവണം. പരമ്പരാഗതമായി അങ്ങനെ ഉണ്ടായില്ല. അതുകൊണ്ടാണ് കേരള കോൺഗ്രസ് PC ജോർജ്, കേരള കോൺഗ്രസ് നേതാവായിരുന്നു PC ജോർജ്, ജനപക്ഷം പാർട്ടിയിൽ കുറെ കാലം, അതിനുശേഷം അദ്ദേഹം തന്നെ ഉണ്ടാക്കിയ പാർട്ടി, അതിൽ നിന്നും ഇപ്പോൾ BJPയിലേക്ക് വന്നിരിക്കുന്നു. യുവ നേതാവായി ഷോൺ ജോർജ്, PC ജോർജിൻ്റെ മകൻ കടന്നു വന്നിരിക്കുന്നു. സംഘടനയിൽ ഉന്നതമായ സ്ഥാനം നൽകി അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെയാണ് അനൂപ് ആന്റണി, ഒരുപക്ഷെ തിരുവല്ല സീറ്റിന് വേണ്ടി കണ്ടുവച്ചിരിക്കുന്ന അനൂപ് ആന്റണി ഒരു ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനാണ്, യുവ ഫേസാണ്, അദ്ദേഹം കടന്നു വരുന്നു. അതുപോലെ ഈ കേന്ദ്രമന്ത്രി സഭയിൽ ഒരു ക്രൈസ്തവ മുഖം BJPയുടെ പേരിൽ കേരളത്തിൽ നിന്നും കടന്നു വരും എന്ന് ആര് ചിന്തിച്ചു മുൻകാലങ്ങളിൽ? അതുകൊണ്ട് തീർച്ചയായും ഒരു വലിയ രീതിയിൽ ക്രൈസ്തവരെ അക്കോമഡേറ്റ് ചെയ്യാൻ ബിഷപ്പുമാരെ നിരന്തരം വിശേഷ ദിവസങ്ങളിൽ, ക്രിസ്തുമസ്, ഈസ്റ്റർ അവസരങ്ങളിൽ സന്ദർശിക്കാൻ ലഭിക്കുന്ന ഒരവസരവും BJP പാഴാക്കാറില്ല.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശന വേളയിൽ തന്നെ ബിഷപ്പുമാരെ കാണാൻ താല്പര്യപ്പെടുകയും ഏതാനും ബിഷപ്പുമാർ അദ്ദേഹത്തെ കാണുകയും ചെയ്ത ഒരു അവസരമുണ്ട്. ഡൽഹിയിൽ ബിഷപ്പ് ഹൗസ് സന്ദർശിക്കാൻ നരേന്ദ്രമോദി താല്പര്യപ്പെട്ടു. നരേന്ദ്രമോദിയെ കാണാൻ ബിഷപ്പുമാർ പലരും പല ആവർത്തി കഴിഞ്ഞ ആഴ്ചയും ഏതാനും ബിഷപ്പുമാർ പല വിഷയങ്ങൾ ഉന്നയിക്കാനും ആശങ്കകൾ പങ്കുവയ്ക്കാനും ഒക്കെ ആയിരിക്കാം. അതുകൊണ്ട് BJP പ്രതിരോധം നേരിടുമ്പോഴെല്ലാം തന്നെ BJP ഒരു ക്രൈസിസ് മാനേജ്മെന്റിന് വേണ്ടി ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും അനൂപ് ആന്റണിയും ഷോൺ ജോർജും എല്ലാം ചേർന്ന ഒരു വിഭാഗം പ്രവർത്തിക്കുന്നു എന്നത് വളരെ ശ്രദ്ധേയമാണ്. കാരണം വലിയ രീതിയിൽ ക്രൈസ്തവ മനസ്സുകൾ വ്രണപ്പെട്ട സംഭവമായിരുന്നു. ഛത്തീസ്ഗഡിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുമൊക്കെ ക്രൈസ്തവ മിഷണറിമാർക്കും സുവിശേഷകർക്കും കന്യാസ്ത്രീകൾക്കും ഒക്കെ എതിരെ നടന്ന സംഘപരിവാർ ബന്ധമുള്ള സംഘടനകളുടെ ആക്രമണങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അന്തരീക്ഷം, അപ്പോൾ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ ഉള്ള ബുദ്ധിമുട്ട്, പ്രവർത്തനക്ഷമത ഇല്ലാത്ത അന്തരീക്ഷം, അവർക്ക് BJP റൂൾഡ് സ്റ്റേറ്റ്സാണ് ഛത്തീസ്ഗഡ്, അതുപോലെ മറ്റ് പ്രദേശങ്ങളൊക്കെ മധ്യപ്രദേശും രാജസ്ഥാനും ഒക്കെ തന്നെ ഒറീസ ഇപ്പോൾ BJP റൂൾഡ് സ്റ്റേറ്റാണ്. ഇവിടെയെല്ലാം ഉള്ള ക്രൈസ്തവരുടെ സുരക്ഷ, കേരളം സാമാന്യം നല്ല 18% ക്രൈസ്തവരുള്ളൊരു സംസ്ഥാനമാണ്. അവിടെ ഒരു നിർണായക ശക്തിയാണ്. അപ്പോൾ ഹിന്ദു സമുദായത്തിൻ്റെ മാത്രം പിൻബലം കൊണ്ട് BJPക്ക് ത്രഷ് വരെ എത്താം, ഉമ്മറപ്പടി വരെ എത്താം. പക്ഷെ വിജയം സാധ്യമാകണമെങ്കിൽ ക്രൈസ്തവ വോട്ടുകൾ നിർണായകമാണ്. മുസ്ലിം വോട്ടുകൾ ലഭിക്കാത്ത അന്തരീക്ഷത്തിൽ 18% വരുന്ന ക്രൈസ്തവരുടെ പിന്തുണ നിർണായകമാണ്. മൊത്തം പിന്തുണ കിട്ടില്ല എന്നറിയാം. ചില ചെറിയ വിഭാഗങ്ങളെയെങ്കിലും, വ്യക്തികളെയും ഗ്രൂപ്പുകളെയും ഫാമിലീസിനെയും ഒരുമിച്ച് നിർത്താൻ കിട്ടുന്ന ഒരവസരവും BJP പാഴാക്കത്തില്ല. പ്രത്യേകിച്ച് തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ ലോക്കൽ ഫാക്ടേഴ്സാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അവിടെ ഗൃഹസന്ദർശനം തകൃതിയായി ഇപ്പോൾ നടക്കുന്നു BJPയുടെ ഭാഗത്ത്. തലയെടുപ്പുള്ള ക്രൈസ്തവ നേതാക്കൾ, സ്വല്പ ഇൻഫ്ലുവൻഷ്യൽ ക്രൈസ്തവ ഫാമിലീസ്, അവിടെയെല്ലാം നിന്ന് ലഭിക്കാവുന്ന സംശീകരിക്കാവുന്ന വോട്ടുകളെല്ലാം തന്നെ BJP വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കാണുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. പക്ഷേ ശബരിമല പോലുള്ള നിരവധി വിവാദ വിഷയങ്ങൾ ഉള്ളപ്പോൾ എത്രത്തോളം BJPക്ക് ഇത് വോട്ടായി മാറാനുള്ള സാധ്യതയുണ്ട്? ശബരിമല വിഷയം പാൻ കേരള വിഷയമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലോക്കൽ ഫാക്ടേഴ്സാണ് പ്രധാനം. പക്ഷേ വേഫർ തിൻ മാർജിനിൽ, വളരെ ലോലമായ മാർജിനിൽ ഫലം നിശ്ചയിക്കുന്ന ചില നഗരസഭകൾ, ചില പഞ്ചായത്ത് വാർഡുകൾ, അവിടെയൊക്കെ മാർജിനൽ വോട്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശബരിമല വിഷയത്തിൽ അവിടെ കൊള്ള നടന്നിരിക്കുന്നു എന്ന് നിസ്സംശയം പറയാം. അതാരും പറയില്ലല്ലോ. അവിടെ വലിയ തീപെട്ട് കൊള്ള എവിടെ നടന്നു എന്ന് ആരും, നടന്നില്ല എന്നൊന്നും ഡിഫെൻഡ് ചെയ്യാൻ ആരും മുന്നോട്ട് വരുന്നില്ലല്ലോ. അങ്ങനെയെങ്കിൽ അതിൻ്റെ പ്രധാന ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല. ധാർമ്മികമായ, നേരിട്ടുള്ളതല്ല, ധാർമ്മികമായ ഉത്തരവാദിത്വമെങ്കിലും അതിൽ നിന്നും ബെനിഫിറ്റ് നേടാൻ കിണഞ്ഞ് ശ്രമിക്കുകയാണ് BJP. കാരണം വിശ്വാസ സംരക്ഷണം എന്നത് ഇപ്പോൾ ഹൈന്ദവ ദേശീയത ഉൾപ്പെടെ ഉയർത്തിക്കാട്ടുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം UDFിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ വിശ്വാസ ആചാര സംരക്ഷണത്തിന് വേണ്ടി നിൽക്കാൻ സ്വാഭാവികമായി കഴിയുന്ന പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ് കേരളത്തിലും എല്ലായിടത്തും. അതിൻ്റെ ബെനിഫിറ്റ് മാർജിനലായെങ്കിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് മുതൽക്കൂട്ടാക്കും എന്ന് BJP വിശ്വസിക്കുന്നു. ഏറ്റവും അധികം അനുരണങ്ങൾ കാണേണ്ടത് തിരുവനന്തപുരത്താണ്. വലിയ പ്രതീക്ഷയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. തിരുവനന്തപുരം നഗരസഭ 101 സീറ്റുകളിൽ 35 സീറ്റുകളാണ് BJPക്ക് കഴിഞ്ഞ പ്രാവശ്യവും അതിന് മുമ്പത്തെ പ്രാവശ്യവും ലഭിച്ചത്. അവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ, ചെറിയ തോതിലെങ്കിലും ഈ ചലനമുണ്ടാക്കണമെങ്കിൽ കൂടുതൽ വോട്ടുകൾ വേണം. അത് വിശ്വാസ സമൂഹത്തിൽ തന്നെയാണ് BJP പ്രതീക്ഷ. വികസന വോട്ടുകളുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒക്കെ നേതൃത്വത്തിൽ തകൃതിയായ പ്രവർത്തനം നടക്കുന്നു. BJP ഒരു അൺടെസ്റ്റഡ് ഫേസാണ്. ഗിവൺ ആൻ ഓപ്പർച്യൂണിറ്റി, അത്ഭുതങ്ങൾ തീർക്കും എന്ന ചില വാഗ്ദാനങ്ങളൊക്കെ നൽകുന്നു. അതോടൊപ്പം തന്നെ വിശ്വാസികളുടെ ഒരു പിന്തുണ ചില മണ്ഡലങ്ങളിൽ, ചില പഞ്ചായത്തുകളിൽ, ചില കോർപ്പറേഷനുകളിൽ അത്ഭുതകരമായ നേട്ടം കൈവരിക്കാൻ BJP സഹായിക്കുമെന്ന് BJP വിശ്വസിക്കുന്നു. സർ, രാജീവ് ചന്ദ്രശേഖറിന് BJP സംസ്ഥാന അധ്യക്ഷന് ഇതൊരു അഭിമാന പോരാട്ടമാണ്. നിലവിൽ അധികാരത്തിലുള്ള പഞ്ചായത്തുകളും കോർപ്പറേഷനുകളും നിലനിർത്തണം. തിരുവനന്തപുരം കോർപ്പറേഷൻ പുതുതായി പിടിച്ചെടുക്കണം. വലിയ വെല്ലുവിളിയാണ്. ഒരുപക്ഷെ തിരിച്ചടി ഉണ്ടായാൽ അത് ഏത് രീതിയിൽ BJPയെ ബാധിക്കും? It's a do-or-die battle for Mr. Rajiv Chandrasekhar, the president of BJP in Kerala state. സംശയമൊന്നുമില്ല. പുതിയ ആളാണ്. മലയാളം സംസാരിക്കുന്നതിന് ചില പരിമിതികളുണ്ട്. ആ പരിമിതി പെട്ടെന്ന് തന്നെ പരിഹരിക്കാനുള്ള ശ്രമവും നടത്തുന്നുണ്ട് അദ്ദേഹം ആത്മാർത്ഥമായി. അൺടെസ്റ്റഡ് ഒരാളാണ്. അതായത് മുൻകാലങ്ങളിൽ കേന്ദ്രമന്ത്രിയായിരുന്നു, MP ആയിരുന്നു. മലയാളികൾക്ക് അത്ര പരിചിതമായ മുഖമല്ലായിരുന്നു. തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെതിരെയുള്ള മത്സരത്തിൽ നിർണായകമായ ഒരു റോളാണ് രാജീവ് ചന്ദ്രശേഖർ വഹിച്ചത്. വിജയത്തോളം പോകുന്നൊരു പരാജയം,
അല്ലെങ്കിൽ വലിയ പ്രതീക്ഷയുടെ തരംഗം ഉയർത്തിക്കൊണ്ട് അവസാന റൗണ്ടിൽ കീഴടങ്ങാനായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ വിധി. അതൊരു പാൻ കേരള അടിസ്ഥാനത്തിൽ ഗ്രൂപ്പുകൾ തമ്മിലുള്ള വലിയ ചക്കളത്തി പോരാട്ടം. അതുകൊണ്ട് പൊറുതിമുട്ടിയ സംസ്ഥാന BJPയിൽ ഗ്രൂപ്പുകൾക്ക് അതീതമായ ഒരു സൗമ്യവും വികസനോന്മുഖവുമായ ഒരു മുഖം എന്ന നിലയിലാണ് അൺടെസ്റ്റഡ് പേഴ്സണാലിറ്റിയായ രാജീവ് ചന്ദ്രശേഖറെ BJP കേന്ദ്ര നേതൃത്വം സംസ്ഥാനത്തിലേക്ക് നിയോഗിച്ചത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളെല്ലാം ശരിയാകണമല്ലോ. ആരിവിടെ നിൽക്കുന്നു എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു പക്ഷേ ലഭിച്ചിട്ടുണ്ടാവാം. അദ്ദേഹം ഏതാനും മാസങ്ങളായി പ്രസിഡന്റ് പദത്തിലേക്ക് വന്നിട്ട്. അദ്ദേഹത്തിൻ്റെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം നടക്കുന്ന ഏറ്റവും നിർണായക തെരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ. പ്രത്യേകിച്ച് തൃശ്ശൂർ മണ്ഡലത്തിൽ ലോക്സഭയിൽ BJP നേടിയ മിന്നും വിജയം സുരേഷ് ഗോപിയിലൂടെയാണെങ്കിൽ പോലും അതിൽ തുടരാൻ താഴെത്തട്ടിലേക്ക് ആ വിജയത്തിൻ്റെ മാറ്റൊലി. കാരണം വിന്നബിലിറ്റി എന്നത് BJPക്ക് മുൻപില്ലായിരുന്നു. ഇപ്പോൾ അത് വിന്നബിലിറ്റി ഉണ്ട് എന്ന് ജനം വിശ്വസിക്കുന്നു. ചില ഇടങ്ങളിലെങ്കിലും ആ വിന്നബിലിറ്റി തുറന്ന അക്കൗണ്ട് തുടരാനും പുതിയ അക്കൗണ്ടുകൾ തുറക്കാനും ഏറ്റവും സാധ്യത തദ്ദേശ സ്വയംഭരണ മേഖലയിലാണ്. കാരണം ചെറിയ കോൺസ്റ്റിറ്റ്യുവൻസീസ് ആണ്. ചെറിയ നിയോജക മണ്ഡലങ്ങളാകുമ്പോൾ വോട്ടുകൾ സ്പൂൾ ചെയ്ത് സമാഹരിച്ച് ലോക്കൽ ഫാക്ടേഴ്സിൻ്റെ കൂടി അകമ്പടിയോടുകൂടി ജയിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള ഗൃഹപാഠമാണ് ഇപ്പോൾ BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ BJP പുനഃസംഘടിപ്പിക്കപ്പെട്ട് ജില്ലാ തലത്തിൽ ഈ ഒന്നിലധികം വർക്കിംഗ് ഫോഴ്സുകൾ വരികയാണ്, ഒന്നിലധികം ഈ പൊളിറ്റിക്കലി ഓർഗനൈസ്ഡ് കമ്മിറ്റികൾ വരികയാണ്. അപ്പം ഈ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ മാത്രമല്ല, മറിച്ച് ഒരു പൊളിറ്റിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസീസായി ജില്ലകളെ മാറ്റുകയാണ്. അപ്പോൾ സംഘടനാ ജില്ലകൾ, വെറും ജില്ലകളല്ല, റവന്യൂ ജില്ലകളല്ല, BJPയുടെ സംഘടനാ ജില്ലകൾ. ആ ഓരോ ജില്ലയ്ക്കും അധ്യക്ഷൻ, അവർക്ക് കൃത്യമായ മാൻഡേറ്റ് കൊടുക്കുന്നു, അധികാരം വിഭജിച്ചു കൊടുക്കുന്നു. ആ രീതിയിലൊക്കെയുള്ള പ്രവർത്തനം കുറച്ചുകൂടി താഴെത്തട്ടിലേക്ക് കൊണ്ടുവരാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഒരു നേട്ടം. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച ഗ്രൂപ്പ് സമവാക്യങ്ങളെല്ലാം ശരിയാവണം, സ്ഥാനാർത്ഥി നിർണയത്തിൽ കല്ലുകടി ഉണ്ടാവരുത്. ഇതെല്ലാം സാധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ പുതു നേതൃത്വത്തിന് പ്രഭാവം തെളിയിക്കാൻ കിട്ടുന്ന ആദ്യ അവസരമായി ഇതിനെ കാണാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖർ തന്നെയായിരിക്കാം BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. ഇപ്പം മുൻകാലങ്ങളിൽ അങ്ങനെ വികസന നായകൻ മെട്രോമാൻ ശ്രീധരൻ സാറിനെ ഒരു വികസന നായകൻ തന്നെയാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് അവതരിപ്പിച്ചു എങ്കിൽ പോലും ഒരു സീറ്റ് പോലും ജയിച്ചു വരാൻ BJPക്ക് നിയമസഭയിൽ കഴിഞ്ഞില്ലല്ലോ. പക്ഷേ ഇപ്രാവശ്യം ഏതാനും സീറ്റുകൾ BJP ജയിക്കുമെന്ന ഉത്തമ ബോധ്യത്തിലാണ് BJP. അങ്ങനെയെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തിക്ക് ഒരു പ്രഭാവം കുറച്ചുകൂടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മെച്ചപ്പെട്ട പ്രതിച്ഛായ ലഭിച്ചാൽ ധൈര്യപൂർവ്വം അദ്ദേഹത്തെ മുന്നിൽ നിർത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടാൻ BJP കഴിയുമെന്ന് BJP വിശ്വസിക്കുന്നു.